ഹലോ വ്യൂവേഴ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി.എഡിന് ബത്തേരി ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് എനിക്ക് അമ്മേനെ വിട്ട് പോകണ്ടേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന എൻ്റെ അമ്മക്കുട്ടിയായ കുഞ്ഞർജിത്ത് ശ്രീകുട്ടിയാണ്. ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞു സമാധാനിപ്പിച്ച് പിറ്റേ ദിവസം ഫാമിലി എല്ലാവരും കൂടി ചേർന്നാണ് അവളെ യാത്ര അയക്കാൻ പോയത്. അന്നേ ദിവസം വയനാട്ടിലേക്ക് ഒരു അടിപൊളി ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ ആദി ബേബിയുടെ ഒരു ഫസ്റ്റ് വയനാട് ട്രിപ്പും കൂടെ. 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നത്. ഞാനും അപ്പു, അച്ഛനും അമ്മയും ഒരു കാറിൽ, ശ്രീകുട്ടി എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു പോകുന്നത്. രാവിലെ തന്നെ നല്ല മഞ്ഞ് മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. ചെറുതായി ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ഒരുപാട് തവണ വയനാട് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഫാമിലി ഒരുമിച്ച് പോകുന്നത്. നല്ല അരുവിയും പച്ചപ്പും സൈഡിൽ ഇത് മങ്കീസിനെ എല്ലാം കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോഴിതാ റംബൂട്ടൻ സീസൺ ആയതുകൊണ്ട് വഴിയോരത്ത് നിറയെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് വാങ്ങി ഞങ്ങളും യാത്രയിൽ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഉപ്പിലിട്ടതിൻ്റെ ഒരു വിപുല ശേഖരം തന്നെ കണ്ടു. അതും കുറേ വാങ്ങിച്ചു. പൈനാപ്പിളാണ് എനിക്കും അപ്പൂനും ഏറ്റവും ഇഷ്ടം. കുറച്ച് കൊടുക്കാമെന്ന് കരുതിയതാ. അവനത് മുഴുവനായി അകത്താക്കി. എന്നിട്ട് തരുള എന്നിട്ട് തലയാട്ടിലും. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും മന്തിക്കായി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. മന്തി ഞങ്ങളുടെ ഒരു വികാരമാണ്. എവിടെ പോയാലും ബ്രദർ സച്ചുവിന് മന്തി തന്നെ വേണം. അതിനിടയിൽ അയിന് ബേബി ഇതേ മന്തി വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങളിതേ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്തു. ബത്തേരി ഹോസ്റ്റലിലെത്തി അപ്പുവും മിച്ചും കൂടെ അവളുടെ ലഗേജ് എല്ലാം അകത്തേക്കെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ടെൻഷൻ അടിച്ചിട്ടേ അച്ഛൻ പുറത്തു വന്ന് നിൽക്കുക. അമ്മ ഇവിടുത്തെ മദറിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഫൈനലി ശ്രീമോൾ ലഗേജ് എല്ലാം അകത്തേക്ക് എടുത്തു വെച്ചു. ഉള്ളിൽ വിഷമുണ്ടെങ്കിലും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞു. അവൾ എത്ര വലുതായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഇപ്പോഴും ഞങ്ങളുടെ കുഞ്ഞു ബേബിയാണ്. അവളെ ഒരു വിധത്തിൽ ഹാപ്പി ആക്കിയപ്പോൾ അമ്മ ഇതാ കരച്ചിൽ തുടങ്ങി. അവളില്ലാതെ അമ്മ ഒരു നിമിഷം പോലും വീട്ടിൽ നിന്നിട്ടില്ല. അത്രയ്ക്ക് രണ്ടുപേരും കൂട്ടാണ്. ഫൈനലി അപ്പോൾ ഒരു ബിഗ് ഹായും കൂടെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. യെസ്, ദിസ് ഈസ് ആദി സ്റ്റോറി ബുക്ക്.